ഓർമ്മയ്ക്കായി ഭാഗം 67. പുലർക്കാല ഭംഗിയിൽ നിൽക്കുന്ന പാടത്തേക്ക് നോക്കി ചായയും കുടിച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അഗ്നിയുടെ കാറ് പാസ് ചെയ്തത്. അഗ്നി അമ്മുവിനെ കണ്ടതും അവൻ റോഡിൽ വണ്ടി നിർത്തി. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ തന്നെ അമ്മുവിനെ നോക്കി. ഫോണിൽ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞ അമ്മുവിനെ കണ്ട അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അവൾ ഇട്ടിരുന്ന വസ്ത്രമല്ല ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് എന്ന് അവൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഒരു പെൺകുട്ടി കാറിനടുത്തേക്ക് വരുന്നതും കാറിലേക്ക് ഒരു പാത്രം കൊടുക്കുന്നതും കാറിലിരിക്കുന്ന ആൾ കൈനീട്ടി ആ പാത്രം വാങ്ങുന്നതും അവൻ കണ്ടു. പുറത്തേക്ക് നീട്ടിയ ആ ഡ്രസ്സിൻ്റെ കൈ കണ്ടതും അഗ്നി അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അമ്മ ഇട്ടിരുന്ന ആ ഡ്രസ്സാണെന്ന് അവന് മനസ്സിലായി. അവൻ വീണ്ടും പാടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്ന അമ്മുവിനെ ഒന്ന് നോക്കി. അവനെന്തോ ഒരു വല്ലായ്ക തോന്നി. അവൻ കാറ് കുറച്ചുകൂടി മുന്നോട്ട് ഓടിച്ചു പോയതിനു ശേഷം അവൻ കാറ് തിരിച്ചു വരുമ്പോൾ ആൽഫിയുടെ കാറിൻ്റെ ഭാഗത്തേക്ക് നടന്ന് ഫോൺ കാറിലേക്ക് കൊടുക്കുന്ന അമ്മുവിനെ അവൻ കണ്ടു. ഫോൺ കൊടുത്ത അമ്മു കടയിലേക്ക് കയറി പോകുന്നതും കണ്ടു. അഗ്നി ആൽഫിയുടെ കാറിനടുത്ത് ചെന്നതും പതിയെ വണ്ടി സ്ലോ ചെയ്തു. അപ്പു ഇരുന്ന സീറ്റിൻ്റെ രണ്ട് ഭാഗത്തെയും ഗ്ലാസ് താഴ്ത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കാറിൽ നിന്ന് എന്തോ കഴിക്കുന്ന ഒരു പെൺകുട്ടിയെ അഗ്നി കണ്ടു. മുഖമുയർത്തിയ ആ പെൺകുട്ടിയെ കണ്ട അഗ്നി ഒന്ന് ഞെട്ടി. അവൻ അവിടെ തന്നെ വണ്ടി നിർത്തിക്കൊണ്ട് കാറിലേക്ക് നോക്കി. എന്നാൽ ഇതൊന്നും അറിയാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് എന്തോ കഴിച്ചുകൊണ്ടിരുന്ന അപ്പു സൈഡിൽ നിർത്തിയ കാറും അതിൽ നിന്ന് തന്നെ നോക്കുന്ന അഗ്നിയെയും കണ്ടില്ലായിരുന്നു. അഗ്നി ഒരു തളർച്ചയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു. പിന്നെ കടയിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും അഗ്നി പെട്ടെന്ന് തന്നെ കാറെടുത്ത് മുന്നോട്ട് പോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അഗ്നി കാറ് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു. അവൻ കാറിലെ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇപ്പോൾ താൻ കണ്ടത് എന്താണെന്ന് അവൻ ഒന്നുകൂടി ആലോചിച്ചു നോക്കി. അതെ, കാറിലിരുന്ന് എന്തോ കഴിക്കുന്ന ആ പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് താൻ അമ്പലത്തിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി അത് അമ്മു ആയിരുന്നു. അത് താൻ ഉറപ്പിച്ച് കണ്ടതാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ വെച്ച് താൻ അവളെ കണ്ടതാണ്. അവളും തന്നെ കണ്ടതാണ്. തന്നെ കണ്ടപ്പോഴാണ് അവൾ ഓടി മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രം താൻ വ്യക്തമായി കണ്ടതാണ്. അതേ വസ്ത്രമിട്ട് അമ്മുവിനെ പോലെ തന്നെ ഒരാൾ കാറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതാരായിരിക്കും? അഗ്നിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ ഫോണെടുത്ത് ആരെയും വിളിച്ചു. അപ്പുറത്ത് നിന്ന് ഫോൺ എടുത്തതും ഹലോ, എനിക്ക് മദ്രാസിലുള്ള ശ്രീവിദ്യയുടെ ഒരു 20 വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് വേണം, അഗ്നി പറഞ്ഞു. സർ, നമ്മൾ അന്വേഷിച്ച് പോയതല്ലേ അവരുടെ അടുത്തേക്ക്? അവിടെ നിന്നും മറുപടി വന്നു. അതെ, അന്വേഷിച്ച് പോയത് തന്നെയാ. അവിടെ വെച്ച് എന്തോ എനിക്കൊന്ന് മിസ്സിങ് ഉണ്ട്. അതാണ് എനിക്കറിയേണ്ടത്. അതായത് ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന ഇപ്പോഴത്തെ ഫേമസ് പാട്ടുകാരി ശ്രീവിദ്യ ചന്ദ്രശേഖർ, അവർ ജന്മം നൽകിയത് എത്ര കുട്ടികളെയാണ്? അതാണ് എനിക്കറിയേണ്ടത്, അഗ്നിദേവ് പറഞ്ഞു. ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് സാറിന് ഡീറ്റെയിൽസ് എത്തിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അഗ്നി ഫോൺ ഡാഷ്ബോർഡിലേക്ക് ഇട്ടുകൊണ്ട് വീണ്ടും കാറിലേക്ക് ചാരിയിരുന്നു. താനറിയാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം സത്യമാണെങ്കിൽ അന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 1 മാസക്കാലം എൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് കിടന്നത്, എന്നെ പ്രണയത്തോടെ നോക്കിയത്, ഞാൻ ചേർത്ത് പിടിച്ചത്, ഞാൻ താലി എണീച്ചത്, ഞാൻ സിന്ദൂരം തൊട്ടുകൊടുത്തത്, ഇവരിൽ ആരെയായിരിക്കും? അമ്മു ആൽഫിയുടെ പെണ്ണാണെങ്കിൽ അവൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾ. അഗ്നിക്ക് തല ചൂടാകുന്നത് പോലെ തോന്നി. അവൻ വേഗം അവിടെ നിന്നും കാറെടുത്ത് തിരിച്ച് വീണ്ടും വന്ന വഴി തന്നെ പോയി. എന്നാൽ ഇതൊന്നും അറിയാതെ അമ്മുവും ആൽഫിയും അപ്പുവും കൂടി തിരിച്ച് മനക്കലേക്ക് എത്തിയിരുന്നു. അന്ന് വൈകിട്ട് ആൽഫിയും അമ്മുവും കൂടിയാണ് അപ്പുവിനെ കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കി കൊടുത്തത്. അവിടെ നിന്നും അപ്പു ഹൈദരാബാദിന് പോവുകയാണ്. പെട്ടെന്ന് വരാമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സങ്കടമൊന്നും രണ്ടുപേർക്കും തോന്നിയില്ല. തിരിച്ച് ആൽഫി അമ്മുവിനെ മനക്കലാക്കിക്കൊണ്ടാണ് നരിക്കുന്നേൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. കാരണം നാളത്തെ കഴിഞ്ഞാൽ അവിടെ വിവാഹം നടക്കാൻ പോവുകയാണ്. നല്ല തിരക്കാണ്. മധുരം വെയ്പ്പ്, മെഹന്തി എന്നീ പരിപാടികൾക്ക് തുടങ്ങി
കല്യാണം ആർഭാടമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടികളും നീനയും കൂട്ടുകാരും അവളുടെ സഹോദരിമാരും അമ്മയും അടക്കം എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിരക്കുകൾ അവിടെയുണ്ട്. ആൽഫി ചെന്നപ്പോഴേ കണ്ടു വല്യപ്പച്ചനും കൊച്ചപ്പച്ചനും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്. ആ, നീ വന്നോ? എന്തായി, ആക്കിക്കൊടുത്തോ? വല്യപ്പച്ചൻ ചോദിച്ചു. പോയി. പെട്ടെന്ന് വരില്ലേ? വല്യപ്പച്ചൻ ചോദിച്ചു. വരും. കൂടിയ 4-5 ദിവസം, അതിനുള്ളിൽ തിരിച്ചെത്തും, ആൽഫി പറഞ്ഞു. അതിന് വല്യപ്പച്ചനൊന്ന് പുഞ്ചിരിച്ചു. ആൽഫി അകത്തേക്ക് കയറിപ്പോയതും ആരാ ഏട്ടായി? കൊച്ചപ്പച്ചൻ വല്യപ്പച്ചനോട് ചോദിച്ചു. അത് അമ്മൂക്കുട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, അത്രമാത്രം വല്യപ്പച്ചൻ പറഞ്ഞു. അത് മനസ്സിലായില്ലെങ്കിലും അയാളത് മൈൻഡ് ചെയ്തില്ല. പിന്നെയും അവർ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആൽഫി മുകളിലേക്ക് കയറിപ്പോയത്. അവനെ കണ്ട് ആൻസി, ഇച്ചായ അമ്മൂട്ടി വന്നില്ലേ? ആൻസി ചോദിച്ചു. ഇല്ല, ആള് നാളെ എത്താമെന്ന് പറഞ്ഞു. ഇന്ന് ചെറിയൊരു സങ്കടത്തിലാണ്, ആൽഫി പറഞ്ഞു. ഓ, അപ്പൂ പോയതിൻ്റെ ആണോ? അതെ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഇന്ന് കുറച്ച് പണിയുണ്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ട് പോകൂ, ആൽഫി പറഞ്ഞു. നീ അമ്മച്ചിയോട് ഒരു ചായ എടുത്തിട്ട് വരാൻ പറഞ്ഞേ, ആൽഫി പറഞ്ഞു. താഴെ വെച്ചാൽ മതി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞാണ് ആൽഫി മുകളിലേക്ക് കയറിപ്പോയത്. വല്യമ്മച്ചി, അമ്മച്ചി, ഇത് ആൽഫിച്ചൻ വന്നിരിക്കുന്നു, ഒരു ചായ കൊടുക്കാൻ, ആൻസി വിളിച്ച് പറയുന്നത് കേട്ട്. ഇങ്ങനെ പറയാനായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? നിന്റെ സഹായം ചോദിക്കണമായിരുന്നോ? ഏറ്റവും മുകളിൽ ചെന്ന് നിന്നുകൊണ്ട് ആൽഫി ചോദിച്ചു. ഈ അടുക്കളയിലെ കുറേ ആളുകളുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല, ആൻസി പറഞ്ഞുകൊണ്ട് താഴത്തെ റൂമിലേക്ക് കയറിപ്പോകുന്നത് ആൽഫി കണ്ടു. അവൻ പുഞ്ചിരിയോടെ റൂമിലേക്ക് കയറിപ്പോയി. ആൽഫി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ വല്യമ്മച്ചി അവനുള്ള ചായയുമായിട്ട് വന്നു. ഇതാ ആൽഫി ചായ, വല്യമ്മച്ചി പറഞ്ഞു. അവന് നേരെ ചായ കൊടുത്തു. മോനെ, അപ്പു പോയോ? വല്യമ്മച്ചി ചോദിച്ചു. എയർപോർട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് പോരുന്നത്. ഇനി കൊച്ചെപ്പോൾ വരും? ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും വരും. അമ്മമ്മക്ക് സങ്കടമായി കാണുമല്ലേ? പിന്നെ ആൾക്ക് നല്ല സങ്കടമുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടിട്ടേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയപ്പോൾ ഒരു സങ്കടം. 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരില്ലേ എന്നെല്ലാം പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചിട്ടാ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയത്, ആൽഫി പറഞ്ഞു. എന്നാൽ പിന്നെ നിനക്ക് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാറുന്നില്ലേ? അവരും കൂട്ടുകാരൊക്കെ കൂടി ആകുമ്പോൾ ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ ആയനെ. ഇതിപ്പോൾ ദേ നമ്മുടെ കൊച്ചുങ്ങളെല്ലാം താഴത്തെ റൂമിൽ കയറിയിട്ടുണ്ട്. അവർക്ക് എപ്പോഴും പ്രിൻസിയെയും നീനയെയും പിന്നെ ആ ബീനാമയെയും ആരെയും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ലൂണയെ കണ്ട അപ്പം ദേഷ്യം വരും. പിന്നെ സൈനോരയുടെ കാര്യം പറയണ്ടല്ലോ, ലിൻഡയും സൈനോരയൊക്കെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ആൻസി പൊട്ടിത്തെറിക്കും. അവൾക്ക് എന്തോ ഒട്ടും ഇഷ്ടമല്ല അവരെ ആരെയും, വല്യമ്മച്ചി പറഞ്ഞു. സാരല്ല വല്യമ്മച്ചി, ഈ വിവാഹം കഴിയുന്നതോടുകൂടി അവർ പോകുമല്ലോ, ആൽഫി പറഞ്ഞു. നോക്കിയിരുന്നാൽ മതി ആൽഫി ചായ. ആൽഫി ചായൻ്റെ കല്യാണവും കഴിഞ്ഞ് മിക്കവാറും നിങ്ങളുടെ കൊച്ചുങ്ങളുടെ മാമോദിസയും കഴിഞ്ഞിട്ടേ അവർ പോകുന്ന ലക്ഷണം കാണുന്നുള്ളൂ, റൂം തുറന്നു വന്ന ജൂലി പറഞ്ഞു. അവളുടെ പുറകെ തന്നെ തെരേസയും ആൻസിയും ഉണ്ട്. അതെന്താ അങ്ങനെ? ആൽഫി ചോദിച്ചു. അതൊക്കെയുണ്ട്, നോക്കിക്കോ. ഞാൻ പറഞ്ഞതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയില്ല, ജൂലി പറഞ്ഞു. നീ എങ്ങാനും അവർ പറയുന്നത് ഒളിച്ചു നിന്ന് കേട്ടോടി? അങ്ങോട്ട് വന്നുകൊണ്ട് അലൻ ചോദിച്ചു. എന്തിനാ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്? അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഉദ്ദേശം എന്താണെന്ന്, ജൂലി പറഞ്ഞു. ആ, നമുക്ക് നോക്കാടി പിള്ളേരെ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ എന്തിനാണ് ഞാൻ വളർത്തുന്നത്? ആൽഫി ചോദിച്ചു. അതാണ് ഞങ്ങളുടെ ആൽഫിച്ചൻ. ആൽഫിച്ചായി പേടിക്കണ്ട, എക്കത്തിനെയും പറപ്പിക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ ആൽഫിച്ചാൻ്റെയും അമ്മുവിൻ്റെയും വിവാഹം വരെ അവരിവിടെ വേണം, അത് ഞങ്ങളുടെ ഒരു വാശിയാ. ആ, അത് പറഞ്ഞപ്പോഴാ ആ ഏഞ്ചൽ ചേച്ചിയില്ലേ, ചേച്ചി ഞങ്ങളോട് വന്ന് സംസാരിച്ചു. ചേച്ചിയോ? ഏഞ്ചൽ ചേച്ചിയോ? എന്താ അങ്ങനൊരു ടോക്ക്? അലൻ ചോദിച്ചു. ആ, ഏഞ്ചലിന് തന്നെയാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷേ ഇന്ന് ആ ചേച്ചി വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. ആ ചേച്ചി ഒരു പാവാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഏഞ്ചൽ ചേച്ചി എന്ന് വിളിച്ചത്. ഞങ്ങളിലും മൂത്തതാണല്ലോ, ജൂലി പറഞ്ഞു. ഓ അങ്ങനെ. അതേടാ മക്കളെ, അതൊരു പാവാൻ തോന്നുന്നു. അതിനെ ആ പ്രിൻസിയാ ഇളക്കി വിടുന്നത്, വല്യമ്മച്ചി പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും വല്യമ്മച്ചി, നമ്മുടെ ആൽഫിച്ചായന് വേണ്ടി ഏഞ്ചൽ ചേച്ചിയെ നോക്കിക്കോ, അലൻ പറഞ്ഞു. ഡാ അടി എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റതും, അയ്യോ പൊന്നിച്ചായ ചതിക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞങ്ങൾക്കിനി സ്വർഗലോകത്ത് നിന്ന്
ഒറിജിനൽ ഏഞ്ചൽ ഇറങ്ങി വന്നാലും ഞങ്ങൾക്കിനി ഞങ്ങളുടെ അമ്മൂനെ മതി, ഞങ്ങളുടെ അമ്മൂട്ടിയെ മതി, ഞങ്ങളുടെ ഇച്ചായൻ്റെ ശരിക്കുള്ള ഏഞ്ചലായിട്ട്, അലൻ പറഞ്ഞു. അത് കേട്ട് ആൽഫി ഒന്ന് ചിരിച്ചു. അത് കേട്ടുകൊണ്ട് നിന്ന വല്യമ്മച്ചിയും. അപ്പോഴേക്കും അങ്ങോട്ട് ആൽഫിയുടെ അമ്മച്ചി വന്നു. മോനെ, അപ്പു പോയോ? ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു. ആ, ഞാനും അമ്മവും കൂടി എയർപോർട്ടിലാക്കിയിട്ടാണ് വരുന്നത്, ആൽഫി പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് പ്രിൻസി അങ്ങോട്ട് വരുന്നത്. ആരാ ഈ അപ്പു എന്ന് പ്രിൻസി ചോദിച്ചതും, ആ അതോ, അത് ആൽഫിച്ചാന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ, ആൻസി പറഞ്ഞു. അതാര്? ആ, അതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെവിടെയായിരുന്നു? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നതിൻ്റെ കുറച്ചു മുമ്പാ പോയത്. അതെയോ? അപർണയുടെ ബന്ധുക്കളാരെങ്കിലും ആണോ ഈ അപ്പു എന്ന് പറഞ്ഞ പയ്യൻ? ശരിക്കും അവൻ്റെ പേര് അപ്പു എന്നാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുണ്ടോ? എന്തെങ്കിലും നല്ല ജോലി എങ്ങാനാണോ? പ്രിൻസി ചോദിച്ചതും ആൽഫി വല്യമ്മച്ചിയെയും അമ്മച്ചിയെയും എല്ലാം നോക്കി. അതുപോലെ തന്നെയായിരുന്നു എല്ലാവരും പരസ്പരം നോക്കിയത്. എന്താ ആൻറ്റി കാര്യം? ആൻസി ചോദിച്ചു. ഏയ്, അമ്മമ്മോളുടെ ബന്ധുക്കളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ക്ലാസ് ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ഈ അപ്പു എന്ന് പറഞ്ഞ പയ്യന് നല്ല ജോലിയും മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഏഞ്ചലിന് വേണ്ടി ആലോചിക്കായിരുന്നു, പ്രിൻസി പറഞ്ഞതും. അപ്പോൾ ഏഞ്ചൽ ചേച്ചിക്ക് വേണ്ടി ആൽഫിയെ നോക്കിയത് വിട്ടോ, നിർത്തിയോ അത്? ആൻസി ചോദിച്ചു. അത് കേട്ടതും പ്രിൻസി അവളെ ദേഷ്യത്തോടെ കോർപ്പിച്ചു നോക്കി. പിന്നെ ആരോടും പറയാതെ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടി ആ പെണ്ണിൻ്റെ ഒപ്പം വീട്ടിൽ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്ന, അല്ല ഒരുമിച്ച് ഓരോ രാത്രിയും ജീവിക്കുന്ന ഇവനെ അവൾക്ക് വേണ്ടി ഞാൻ ആലോചിക്കണോ? ഇതെങ്ങാനും കേട്ട എൻ്റെ ആങ്ങള എന്നെ വന്ന് വെട്ടിക്കണ്ടിക്കും. കാര്യം നരിക്കുന്നൽ ഫാമിലിയുടെ അത്ര പണവും പ്രശസ്തിയും പ്രതാപം ഒന്നുമില്ലെങ്കിലും ഞങ്ങളും അന്തസ്സുള്ള തറവാട്ടുകാരാണ്, പ്രിൻസി പറഞ്ഞു. ആ ആ അറിയാം. എന്തായാലും അപ്പുവിനെ ഏഞ്ചലിന് പകരം നന്നായിട്ട് ചേരുന്നത് കുറച്ചുകൂടി നീനക്കായിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നാളത്തെ കഴിഞ്ഞ് വിവാഹമല്ലേ. അല്ലെങ്കിൽ അപ്പുവിനെ ആലോചിക്കായിരുന്നു. ആൻറ്റീൻ്റെ മകള് നീനയ്ക്ക് വേണ്ടിയേ എന്തോരം സ്വത്താന്നറിയോ? അമ്മുവിൻ്റെ അത്ര സ്വത്ത് തന്നെയുണ്ട് അപ്പുവിനും, ആൻസി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ബാക്കിയുള്ള ജൂലിയും തെരേസയും എല്ലാം അടക്കി ചിരിക്കുകയായിരുന്നു. എന്നാൽ വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും എല്ലാം ഇവരിതെന്താ പറയുന്നത് എന്നുള്ളത് പോലെ നിന്നതും അലനും ജൂലിയുടെയും ആൻസിയുടെയും എല്ലാം കൂടി. അതെ ആൻറ്റി, നല്ല ചെക്കനായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നീനയ്ക്ക് യോഗമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ സൈനോരയ്ക്കോ ലിൻഡയ്ക്കോ വേണ്ടി ആലോചിക്കായിരുന്നു എന്ന് അലൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. അത് എൻ്റെ മോളിപ്പോൾ വിവാഹമായല്ലോ, ഇനി വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതെന്താ ഏഞ്ചലിന് ചേരില്ല എന്ന് പറഞ്ഞേ? പ്രായവ്യത്യാസം വല്ലതും ഉണ്ടാവോ? പ്രിൻസി ചോദിച്ചു. ആ, ചെറുതായിട്ട്. ഏഞ്ചലിനേക്കാളും ഇളയതായിരിക്കും അപ്പു, അലൻ പറഞ്ഞു. അതെയോ? ആ, എന്നാൽ പിന്നെ സൈനോരയ്ക്കോ ലിൻഡയ്ക്കോ വേണ്ടി ആലോചിക്കാം, പ്രിൻസി പറഞ്ഞു. അതെങ്ങനെയാ ശരിയാവുന്നേ? അപർണമോളുടെ ജാതിയല്ലേ? അപ്പോൾ അതായത് ഹിന്ദു. നിങ്ങൾ നല്ല സത്യക്രിസ്ത്യാനികളല്ലേ? നിങ്ങൾ വേറെ ജാതിയിൽ നിന്നൊന്നും കല്യാണം കഴിക്കില്ലല്ലോ. കൊച്ചുമക്കളുടെ കൂടെ വല്യമ്മച്ചിയും കൂടി. അത് കണ്ട് ആൽഫിയും അമ്മച്ചിയും ചിരിച്ചുകൊണ്ട് നിന്നു. അതല്ല, അവർ തമ്മിൽ നല്ല ചേർച്ചയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആൽഫിക്ക് അമ്മുവിനെ വിവാഹം കഴിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിള്ളേർക്കും ആവാം. അതിലെന്താ തെറ്റ്? ഞങ്ങളുടെ മക്കൾക്കെല്ലാം റോൾ മോഡൽ ആൽഫിയ, പ്രിൻസി പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ട് സ്റ്റീഫൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യ ബീനാമയും ഇളയ മകൻ്റെ ഭാര്യ ലൂണയും കൂടി വരുന്നത്. എന്താ ചേട്ടത്തി, എന്താ ഇവിടെ ഒരു സംസാരം? നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തെക്കുറിച്ചാണോ? ലൂണ ചോദിച്ചു. അയ്യോ അല്ല ആൻറ്റി, ഞങ്ങളെ അപ്പു വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നമ്മുടെ അമ്മുവിൻ്റെ റിലേഷനിൽ പെട്ടതാ. ആൽഫിച്ചായനും അമ്മുവും കൂടി ഇപ്പോൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നതേയുള്ളേ. അപ്പോൾ അപ്പുവിന് വേണ്ടി ഏഞ്ചലിനെ ആലോചിച്ചാലോ എന്ന് ചോദിക്കായിരുന്നു പ്രിൻസി ആൻറ്റി. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു അവർ തമ്മിൽ പ്രായവ്യത്യാസം ഉണ്ടെന്നേ. അതായത് ഏഞ്ചലിനേലും ഇത്തിരി ഇളയതായിരിക്കും ഈ അപ്പു. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു സൈനോരയ്ക്കോ ലിൻഡയ്ക്കോ വേണ്ടി ആലോചിച്ചാലോ എന്ന്, ആൻസി പറഞ്ഞു. ആ, അങ്ങനെ ഒരാളുണ്ടോ? പിന്നെ ഉണ്ട്, നിങ്ങൾ കാണാഞ്ഞതാ. നിങ്ങൾ വരുന്നതിന് മുന്നേ പോയത്. ഞങ്ങളത് പറയായിരുന്നു. ആള് നല്ല ജോലിക്കാരനാ, നല്ല കാശുള്ള വീട്ടിലെയാ. എല്ലാം അറിഞ്ഞപ്പോൾ പ്രിൻസി ആൻറ്റിയാണ് പറഞ്ഞത് നമ്മുടെ സൈനോരയ്ക്കോ ലിൻഡയ്ക്കോ വേണ്ടി ആലോചിക്കാമെന്ന്.
ജൂലി പറഞ്ഞതും അതെയോ, നല്ല കാശുണ്ടോ? ലൂണ ചോദിച്ചു. പിന്നെ അമ്മുവിനെ പോലെ തന്നെ, അമ്മുവിൻ്റെ ബന്ധത്തിൽപ്പെട്ടതാണല്ലോ, ആൻസി പറഞ്ഞു. ഇവരെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് നിന്ന ആൽഫിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി പുറത്തേക്ക് പോയി. പോകുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്ന ആ പയ്യനെ കാണാൻ പറ്റുവാ? പ്രിൻസി ചോദിച്ചു. അത് നീനയുടെ കല്യാണത്തിന് എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ആൽഫിച്ചാൻ്റെ കല്യാണത്തിന് എന്തായാലും ഉണ്ടാകും. അപ്പോൾ കണ്ടാൽ പോരെ? എന്നിട്ട് നമുക്ക് സംസാരിക്കാം വിവാഹത്തെ കാര്യത്തെ പറ്റി. അതല്ലേ കുറച്ചുകൂടി നല്ലത്, അല്ലേ വല്യമ്മച്ചി? ആൻസി ചോദിച്ചതും വല്യമ്മച്ചി ചിരി അടക്കി പിടിച്ചുകൊണ്ട് ആ അതെ അതെ, അവർക്ക് ജാതിയും മതമൊന്നും ഇപ്പോൾ പ്രശ്നമല്ലെങ്കിൽ പിന്നെ എന്ത് നോക്കാൻ? അവന് സമ്മതമാണെങ്കിൽ നമുക്ക് നടത്താം, നല്ലടി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചി തിരിഞ്ഞ് ആൽഫിയുടെ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കണ്ട് ആൽഫിയുടെ അമ്മച്ചിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പറയാം ഇങ്ങനൊരു കാര്യം. എന്തായാലും ആൽഫിഷാൻ്റെയും അമ്മുവിൻ്റെയും വിവാഹത്തിന് വന്ന് അവർ കാണട്ടെ, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നടത്താം, അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലനും അവിടെ നിന്ന് പോയി. ആൻസിക്കും ജൂലിക്കും തെരേസയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അവരും വേഗം തന്നെ റൂമിലേക്ക് കയറി. പിന്നെ അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു. എന്നാൽ ഇതേ സമയം അഗ്നി അവൻ ഏൽപ്പിച്ച ആളുകളിൽ നിന്നും കോള് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്. രാവിലെ അവൻ അവരെ രണ്ടുപേരെയും കണ്ടതിൽ പിന്നെ മനസ്സാകെ അസ്വസ്ഥമാണ്. തെറ്റു പറ്റിയതാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു. അവൻ്റെ മനസ്സിൽ അമ്മുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. പക്ഷേ രാവിലെ കണ്ട ഇട്ട ഡ്രസ്സിലല്ല അവൾ പാടത്തിൻ്റെ കരയിൽ നിന്ന് സംസാരിച്ചത് എന്ന് അവൻ ഉറപ്പിച്ചു. കാറിൽ നിന്നും കണ്ട ആ ഡ്രസ്സിൻ്റെ കൈ അതേ കൈ തന്നെയാണ്, അതേ ഡ്രസ്സ് തന്നെയാണ് താൻ അമ്പലത്തിൽ വെച്ച് കണ്ടത്. അപ്പോൾ അവർ രണ്ടുപേരും വീണ്ടും അവൻ്റെ മനസ്സ് ഇളകി മറിയാൻ തുടങ്ങി. ആ നിമിഷം അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു. ഫോണിലേക്ക് നോക്കിയ അഗ്നിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൻ അതേ ഹൃദയമിടിപ്പോടു കൂടി ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ടെൻഷനിലാക്കി ഞാൻ കൊണ്ടുവന്ന് എൻഡിൽ. നാളെ ഞാൻ എന്തായാലും വേഗം വന്ന് തരാട്ടോ. അപ്പം അറിയാലോ എന്താണെന്ന്. അഗ്നി തിരിച്ചറിയോ അവർ രണ്ടുപേരും രണ്ടാണെന്ന്? എന്തായിരിക്കും? നാളെ കാണാം, കാത്തിരിക്കണേ. സ്റ്റോറി ഇഷ്ടപ്പെട്ട പിശുക്കൊന്നും കാണിക്കാതെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ, യുവർ ഓൺ കാർത്തിക.